അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിന്നർ ഇന്ന് എനിക്ക് ചോറ് വേണ്ടാന്നിട്ട് 2 മാങ്ങയുണ്ട് മറ്റേ ഇമ്പി കുടിക്കുന്നത്. അങ്ങനെ മാങ്ങ കുടിച്ച് ഞാൻ കിടക്കാൻ പോയത്. അച്ഛൻ ഫോൺ വിളിച്ചിട്ടാണ് ചോദിച്ചു. അപ്പോൾ നമ്മൾ 7-ാം മൈലിൽ ഒരു കഫേ ഉണ്ട്. എൻ്റെ ഫോണിൽ വിളിച്ചിട്ടില്ല, അമ്മേൻ്റെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് അച്ഛൻ ഫോൺ എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചോദിച്ചു അതി വേണം ചോദിക്കാനാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അപ്പോൾ ഇവിടുത്തെ നമ്മൾ 7-ാം മൈലിലെ കഫേയിലെ നമ്പർ ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വിളിക്കാം, കാരണം ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റയിൽ പോയി നോക്കിയിട്ട് നമ്പർ എടുത്തോടുത്ത് വിളിക്കാം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് വിളിക്കാം അച്ഛാ. അപ്പം എനിക്ക് കഫേയിലെ നമ്പർ ചോദിച്ചാൽ എനിക്ക് എന്തോ ഫുഡ് എന്താ വാങ്ങാനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ ആ വേഗം നമ്പർ ഇൻസ്റ്റയിൽ നിന്ന് പരത്തി പിടിച്ച് അച്ഛനടുത്ത് കൊടുത്തു. എന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ പിന്നെ വിളിച്ച് ചോദിച്ചു, നമ്മൾ അപ്പം വിളിച്ച് കഴിച്ചിട്ടില്ലേ ആ കഫേയാണ്. അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു നമ്മൾ അവിടുത്തെ പൊറോട്ട എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? നമ്മൾ അവിടുത്തെ പൊറോട്ട കഴിച്ചിട്ടില്ലല്ലോ, നമ്മൾ ദോശയും പിന്നെ അൽഫാമും പിന്നെ അപ്പം വിളിച്ച് ഷവായല്ലേ കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ഓ അതെ അല്ലേ. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ മിസ് കോള്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ അച്ഛൻ അപ്പം തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഭക്ഷണം ഒന്ന് കഴിക്കണ്ട കേട്ടാ. അപ്പം എനിക്ക് മനസ്സിലായി. അതിന് മുന്നേ അമ്മനോട് പറഞ്ഞു അച്ഛനെന്താ കൊണ്ടുവരുന്നുണ്ട് തോന്നുന്നു, എന്തായാലും ഒന്ന് കഴിക്കാൻ ഞാൻ നന്നായി. അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ ഒന്ന് കഴിക്കണ്ട. അപ്പം വന്നേരം അച്ഛൻ കൊണ്ടുവന്ന സാധനം കാണിച്ചതാ. ഷവായ, കുബൂസ്, പൊറോട്ട, ഇതെന്നാ ചിക്കൻ കറി. ഇത് ചിക്കൻ കറി, പിന്നെ മയോണീസ്, സോസ്, സലാഡ്. ചിക്കൻ ഷവായി. ഈ ഷവായിനെക്കാട്ട് കുറച്ചും കൂടി ഇഷ്ടം അൽഫാം സാധാ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. രാത്രി പക്ഷേങ്കിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇത്രയും ഭക്ഷണമൊന്നും കഴിക്കണ്ട. കാരണം രാത്രി അവൾ ഭിക്ഷക്കാരനെ പോലെ കഴിക്കണം എന്നാണ് പറയുക അല്ലേ. സൈഡിൽ അമ്മ കേക്കിൽ ഒച്ചയാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇപ്പം എൻ്റെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ രാത്രി ഇപ്പം ഇത്രയും കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇനി കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വയറ്റുന്ന ഒരു സൗണ്ടല്ലേ വരും, ഗുളു ഗുളു ഗുളു. അപ്പോൾ എനിക്ക് ഇഞ്ചി ചായ, കട്ടൻ ചായയിൽ ഇഞ്ചി ഇട്ടിട്ടുള്ള ഇഞ്ചി ചായ കുടിക്കണം, പിന്നെ ഇഞ്ചി നീര് കുടിക്കണം, അങ്ങനത്തെ കുറച്ച് അയമോദകം തിന്നണം. അങ്ങനത്തെ കുറച്ച് സംഭവ വികാസങ്ങൾ രാത്രി നടക്കും. പക്ഷെ എന്നാലും ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ അടുത്ത് തിന്ന് പോയി. ഇപ്പോൾ ആരോടായാലും തിന്ന് പോയല്ലോ. പക്ഷെ എന്നാലും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നല്ലത് പറഞ്ഞു കൊടുക്കണമെന്നല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നമ്മൾ രാത്രി ശരിക്കും ഇത്തിരി ഹെവിയായ ഭക്ഷണം കഴിക്കാൻ പാടില്ല. രാത്രി അരിഭക്ഷണം തന്നെ കഴിക്കാൻ പാടില്ലല്ലോ അല്ലേ? അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്, എനിക്കറിയില്ല. അപ്പോൾ ഇപ്പം തിന്ന സ്ഥിതിക്ക് ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.